ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ഈ യുദ്ധം ഒരു പരമാവധിയിൽ കൊണ്ടുപോയി ഒരു വലിയ എസ്കലേഷനിൽ കൊണ്ടുപോയി ഈ റീജിയനിലാകെ യുദ്ധം പടർത്താൻ അമേരിക്കയും ഇസ്രയേലും പോലും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് നേരത്തെ അജ്മസ് പറഞ്ഞ പോലെ യുദ്ധത്തിലാണ് ഞങ്ങളുടെ രാജ്യം എന്ന ഒരു അടിയന്തര സാഹചര്യം ഇസ്രയേലിൽ ഫുൾ ടൈം നിലനിർത്തുക എന്ന് പറയുന്ന ആഭ്യന്തര രാഷ്ട്രീയ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഈ സംഗതികളെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ് അവർക്ക് വേറെ പ്ലാനുണ്ട്, ഇറാനെ ഇല്ലാതാക്കുക. ഇറാൻ ഒരു ത്രെട്ടാണ്. ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള ഇൻ്റർവ്യൂകളിൽ ഈ നെതന്യാഹു അഭിമുഖങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ത്രെട്ട്? ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ത്രെട്ട് ഇറാനാണ്. ഇറാൻ എന്ന് വെച്ചാൽ സാമ്രാജ്യത്വത്തോട്, അമേരിക്കയോട്, ഇസ്രായേലിനോട് ഒരു നിലയ്ക്കുള്ള വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. മറ്റു പല രാഷ്ട്രങ്ങളെയും വരുതിയിലാക്കാൻ കഴിയുമെന്നും പാവഭരണകൂടങ്ങളെ സ്ഥാപിക്കാൻ കഴിയുമെന്നും ഞങ്ങളുടെ സാമ്പത്തികവും യുദ്ധപരവുമായ വളർച്ചകൾക്കെല്ലാം അത്തരം രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കോൺഫിഡൻസ് വെസ്റ്റിനുണ്ട്. പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞ കുറച്ച് അഗ്രസീവായിട്ടുള്ള ഫോറിൻ പോളിസി എടുക്കുകയും അമേരിക്കയുടെ വളർച്ച സമ്മതിക്കില്ല. കിം ജോങ് ഉന്നും ആയത്തുള്ള ഖംനെ ആയിരിക്കും ഒരുപക്ഷെ നിരന്തരമായിട്ട് വാക്കുകളിലൂടെ ഈ നിലപാടെടുത്ത് നിൽക്കുന്ന രണ്ട് ആളുകളും രണ്ട് ഭരണകൂടങ്ങളും. അപ്പോൾ അതുകൊണ്ട് അത് അവസാനിപ്പിക്കുക എന്ന് മാത്രമല്ല, അതൊരു ന്യൂക്ലിയർ പവറായി, ആണവായുധ ശക്തിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇതുപോലെ കയറി ഞോണ്ടാനും ചൊറിയാനും പറ്റില്ല. കാരണം അത് പ്രശ്നമാകുമല്ലോ. അപ്പോൾ അതിന് മുമ്പ് അവരെ തീർത്ത് കളയുക, ഫിനാൻഷ്യലി ഇല്ലാതാക്കുക, അവരെ സൈനിക ശക്തി ഇല്ലാതാക്കുക, രാഷ്ട്രീയമായി തന്നെ ഇല്ലാതാക്കുക. ഇപ്പോഴത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ തുടച്ച് കളയുക, അവിടെ ഒരു പാവ ഭരണകൂടത്തെ സ്ഥാപിക്കുക, എല്ലാ ത്രെട്ടും ഇല്ലാതാക്കി റീജിയണിലെ മോസ്റ്റ് പവർഫുൾ സ്റ്റേറ്റായിട്ട് ഇസ്രായേൽ വാഴുക എന്നുള്ള സ്വപ്നമുണ്ട്. അതിനുവേണ്ടിയുള്ള പദ്ധതിയിലാണ് എത്രയോ വർഷങ്ങളായി. അതുകൊണ്ടാണ് ഇറാനിൽ നിരന്തരമായി എല്ലാ കീ പോസ്റ്റുകളിലും അവരുടെ ചാരന്മാരുണ്ടെന്ന് പറയപ്പെടുന്നത്. കാരണം ഇറാനെ തകർക്കുക എന്ന ഒരു ലോങ് ടേം പ്ലാനിലാണ് ആ രാജ്യം പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത്ര ഒരു അഗ്രഷനിലേക്ക്, ഒരു പൊടുന്നതിനുള്ള ആക്രമണത്തിലേക്ക് പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് നെതന്യാഹുവിൻ്റെ വ്യക്തിപരമായ അത്യാവശ്യവും കൂടിയാണ്. ഇത് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇറാൻ മാരകമായി തിരിച്ചടിക്കണം. അതിലേക്കൊന്നും ഇറാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറാൻ ഇപ്പോഴും അവർക്ക് സാധ്യമായിട്ട് തോതിലുള്ള വലിയ അടിയിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ അമേരിക്ക ഇറങ്ങുമെന്ന് ചോദിച്ചാൽ അമേരിക്ക ഓൾറെഡി അമേരിക്ക ഇതിനകത്തുണ്ട്. അമേരിക്കയാണ് ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാം സപ്പോർട്ടും ചെയ്യുന്നത്. നോക്കൂ, ഒരു പരമാധികാര രാജ്യത്തിന് മേലെ മറ്റൊരു രാജ്യം ഒരു പ്രകോപനമില്ലാതെ ആക്രമണം നടത്തുകയാണ്. ലോകത്ത് വേണം നടക്കുമോ? നമ്മുടെ നാട്ടിൽ പോയി നടക്കില്ല. പക്ഷേ ഇത് നടക്കുന്നു, എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നടക്കുന്നു. അതെങ്ങനെ പറ്റുന്നു? അത് അമേരിക്ക ഒരു ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഷീൽഡിന് കീഴിൽ നിന്നാണ് ഈ തോന്നിയാസങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. G7 രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇതാരാ ഓപ്പറേറ്റ് ചെയ്യുന്നത്? മുഴുവൻ അമേരിക്കയുടെ പവറാണ്. അമേരിക്ക ആയുധങ്ങൾ അമേരിക്ക കൊടുത്തതാണ്. ഈ പറഞ്ഞ ഫൈറ്റർ ജെറ്റുകൾ, പൈസ ഓരോ വർഷവും അമേരിക്ക കൊടുക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ വലിയ മാരകമായ പ്രത്യാക്രമണം ഉണ്ടായാൽ കടലിൽ കിടക്കുന്ന ഈ വാർഷിപ്പുകൾ ഉപയോഗിക്കും. ആര് ഉപയോഗിക്കും? അമേരിക്ക ഉപയോഗിക്കും. അമേരിക്ക ഈ യുദ്ധത്തിനകത്തുണ്ട്. അമേരിക്ക നേരിട്ട് വന്ന് തെഹ്റാനിൽ ബോംബിട്ട് തുടങ്ങിയിട്ടുണ്ടോ? അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ എന്ന ക്വസ്റ്റ്യൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ച് പലതരത്തിലുള്ള അമേരിക്ക അങ്ങനെ ഇറങ്ങുകയും ചോദിച്ചാൽ ഇസ്രായേൽ തന്നെയും പൂർണ്ണ തോതിൽ ഇറാനെതിരെ ആക്രമണം തുടങ്ങിയിരുന്നു. നേരത്തെ അജ്മസ് പറഞ്ഞല്ലോ, ഇസ്രായേൽ പൂർണ്ണ തോതിൽ ഇറാനെതിരെ ആക്രമണം തുടങ്ങിയാൽ ഇറാൻ ഈ നിമിഷം ഇല്ലാതായി തീരേണ്ട സമയം കഴിഞ്ഞു. കാരണം ആയത്തുള്ള ഖംനെ ഇന്ന് രാത്രി എവിടെയായിരിക്കും ഉറങ്ങാൻ പോവുക എന്ന് അറിയാൻ കഴിയും വിധത്തിൽ ചാര സംവിധാനങ്ങളെ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എവിടെ നിന്നൊക്കെയാണ് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കുന്നത്, എവിടെ നിന്നാണ് അത് ലോഞ്ച് ചെയ്യുന്നത്, എവിടെയാണ് ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ആകാശ നിയന്ത്രണം ഞങ്ങളുടെ കീഴിലാണ് നിങ്ങളെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് അവരവരുടെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വൻകിട ബോംബുകൾ കൊണ്ടുവന്നിട്ടാൽ മറ്റേത് ബാലിസ്റ്റിക് മിസൈൽ അവിടെ എത്തണമല്ലോ, അതിന് മുമ്പ് തിരിച്ചാക്രമിക്കാൻ കഴിയും. അപ്പോൾ പൂർണ്ണ തോതിലുള്ള ആക്രമണത്തിലേക്ക് ഇസ്രായേൽ തന്നെയും ഇറങ്ങിയിട്ടില്ല. അമേരിക്ക വന്നാൽ അത് കുറച്ചുകൂടി മാസീവ് ആവുമെന്ന് മാത്രം. അമേരിക്കയെ സംബന്ധിച്ച് പല ഘടകങ്ങൾ കാണും. ഒന്നാമത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലേ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞാൽ വേറൊരു വഴക്കിൽ നമ്മൾ പോയി ഇടപെടാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നിൽക്കുക എന്നാണ്. ഇപ്പോൾ ഇസ്രായേലിലെ ആൾക്കാർ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ കാര്യമാണ്, എനിക്ക് ഇന്നലെ കിട്ടിയ വീടായിരുന്നു, ആ വീട് മുഴുവൻ തകർന്നു പോയെന്നവർ പറയുന്നൊരു വീഡിയോ എക്സിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്നലെ കിട്ടിയ വീടായിരുന്നു എന്ന് വെച്ചാൽ ഇറാൻ്റെ ബോംബിങ്ങിൽ അവരുടെ വീട് തകർന്നു പോയി. അപ്പോൾ താഴെ ഒരു അമേരിക്കക്കാരൻ വന്ന് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്, ഇന്നലെ കിട്ടിയ വീടെന്ന് വെച്ചാൽ എവിടെ നിന്ന് കിട്ടി? ഞങ്ങളുടെ നികുതി പണം, ഞങ്ങൾ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങളുടെ നികുതി പണം കൊണ്ടാണ് നിങ്ങളുടെ പ്ലെയിൻ വാങ്ങിക്കുന്നത് എന്നവർ പറയാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ നികുതി പണം കൊണ്ട് മറ്റ് ആളുകൾ രാഷ്ട്രീയം കളിക്കുകയും യുദ്ധം ചെയ്യുന്ന ഏർപ്പാട് വേണ്ട എന്ന് പ്രസംഗിച്ചുകൂടി വോട്ട് കടി ജയിച്ച ആളാണല്ലോ ട്രംപ്. അപ്പോൾ ആ പോളിസി ഒരു തടസ്സമാണ്. ട്രംപിൻ്റെ ക്യാമ്പിനകത്ത് തന്നെ അതിനെ ചൊല്ലിയൊരു തർക്കമുണ്ട്. ഡെമോക്രാറ്റുകൾ അവിടെ പുതിയ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ട്രംപിനെ നിയന്ത്രിക്കാനുള്ള ഏർപ്പാടുകൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. അമേരിക്കക്കകത്ത് തന്നെ വലിയ തോതിലുള്ള വിയോജിപ്പുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാൻ ഫോളോവേഴ്സായ ആളുകൾ തന്നെ നമ്മൾ ഈ പണിക്ക് നിൽക്കേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അപ്പോൾ ആ റിസ്ക് എലമെൻ്റ് ഒന്നുണ്ട്. രണ്ട്, ട്രംപിന് വലിയ താല്പര്യങ്ങളുണ്ട് GCCയിൽ, വ്യക്തിപരമായ ബിസിനസ് താല്പര്യങ്ങൾ പോലുണ്ട്. അദ്ദേഹം സൗദി വിസിറ്റ് കഴിഞ്ഞ് പോയത് നമ്മൾ സൗദിയിലും ഖത്തറിലൊക്കെ വിസിറ്റ് നടത്തി പോയി കണ്ടാണ്. അവരുടെ താല്പര്യം ഈ റീജിയനിൽ പ്രശ്നം ഉണ്ടാവുന്നതാണ്. ഉണ്ടാകുന്ന വെച്ചാൽ ഇപ്പോൾ അമേരിക്കയുടെ ബേസ് ക്യാമ്പുകൾ ഞങ്ങൾ ആക്രമിക്കുന്നു ഇറാൻ പറയുന്നു, ഞങ്ങളെ അമേരിക്ക ആക്രമിച്ചാൽ അത് സൗദിയിലും അവിടെയൊക്കെ ഉണ്ട്. സൗദിയൊക്കെ വലിയ വികസനം സ്വപ്നം കാണുന്ന വലിയ നിയോം സിറ്റിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, വലിയ കുതിപ്പ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മണ്ണിൽ സോയിലിൽ വന്ന് ബോംബ് വീഴണമെന്നില്ല. റീജിയൻ പ്രശ്നമായി തന്നെ മൊത്തത്തിലുള്ള വളർച്ചയെ ബാധിക്കും. അത് അവർ ആഗ്രഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് വ്യാവസായികമായ ടൂറിസത്തിൻ്റെ
സാമ്പത്തികമായ വലിയൊരു ഉന്നതി സ്വപ്നം കണ്ട് വലിയ ലോങ് ടൈം പ്ലാനുകൾ വിഷൻ 230 ഒക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ രാജ്യങ്ങളൊക്കെ. അപ്പോഴിവിടെ യുദ്ധം ഉണ്ടാകാൻ അവരാഗ്രഹിക്കുന്നത്, അവർ മാക്സിമം പ്രഷർ ചെയ്യും. ആ പ്രഷർ എടുക്കാൻ ട്രംപ് നിർബന്ധനാവും. കാരണം ട്രംപിന് വലിയ വിമാന സമ്മാനം കിട്ടിയത്, കോടികളുടെ ബിസിനസ് ഡീൽ കിട്ടിയത് സൗദിയിൽ നിന്ന് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം അവിടെ ഉണ്ടാവും. പിന്നെ ഒന്ന് ഇറാനും പരമാവധിയിലേക്ക് പോകില്ല. ഇപ്പോൾ അവർ കടലെടുക്കുക, ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കുകയെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം ചെറുതായിരിക്കില്ല. അത് പലതരത്തിൽ മറ്റ് പല രാജ്യങ്ങളെയും ഇൻവോൾവ് ചെയ്യാൻ നിർബന്ധിതരാക്കും. അത് കയ്യിൽ നിന്ന് പോകും. ഇത് അവരെ സംബന്ധിച്ച് അവസാനത്തെ കളിക്ക് ചിലപ്പോൾ അവർ ഇറങ്ങിത്തിരിക്കും. സോ അത് ഗസയെ ആക്രമിക്കുന്നത് പോലെ, തിരിച്ചാക്രമിക്കാൻ ശേഷിയില്ലാത്ത മറ്റേതെങ്കിലും സംഘങ്ങളെ, ഹൂത്തികളെയോ അല്ലെങ്കിൽ ഒന്നും ആക്രമിക്കുന്നത് പോലെ അല്ല ഇത്. അവരൊരു പരമാധികാര രാജ്യവും കയ്യിൽ ബോംബുള്ള രാജ്യമാണല്ലോ. സോ അതുകൊണ്ട് അമേരിക്കയുടെ മുമ്പിൽ എനിക്ക് തോന്നുന്നു പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. ബട്ട് ഇസ്രായേൽ ഒരു ക്രൈസിസിൽ വന്നാൽ അമേരിക്ക ഉറപ്പായും ഇറങ്ങും. കാരണം ഇറാനിലെ ആണവ പദ്ധതികൾ അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും ഞങ്ങളതിനെതിരാണ്. ഇറാൻ ത്രെട്ടാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. ഇറാൻ ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്തിയാൽ ആ റീജിയനിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് അല്ല ഇസ്രായേലാണ്. ഇസ്രായേൽ തകരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ആ റീജിയനിലെ പവർ പറയുന്നതിൻ്റെ ഭാവമാണല്ലോ. സോ അമേരിക്ക ഇറങ്ങില്ല എന്ന് പറയാൻ പറ്റില്ല. അമേരിക്ക ഇറങ്ങിയാലും ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം കൂടി നിർബന്ധിച്ച് അമേരിക്കയെ പിൻവലിപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരെ പിന്നെയും സമ്മർദ്ദത്തിലാക്കി ഒതുക്കാൻ കഴിയുന്ന ശക്തി അമേരിക്കയുടെ കയ്യിലുണ്ട്. സോ അതുകൊണ്ട് സാഹചര്യങ്ങൾ വഷളാക്കാതിരിക്കാനായിരിക്കും അമേരിക്ക പരമാവധി ശ്രമിക്കാമെന്ന് വിചാരിക്കണം. കാരണം ട്രംപിന് തന്നെയും വ്യക്തിപരമായും അദ്ദേഹത്തിന് രാജ്യത്തിനകത്തുള്ള സമ്മർദ്ദം ഒരു ഫാക്ടറാവാനുള്ള സാധ്യതയാണ്. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക ഇറങ്ങിയാൽ എന്തോ സംഭവിക്കാൻ പോകുന്നില്ല. ഇസ്രായേൽ തന്നെയും അവരുടെ പണി പൂർണ്ണമായി എടുത്തിട്ടില്ല. അവരുടെ കയ്യിലുള്ള ആയുധങ്ങളെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമേരിക്ക പിന്നെ രണ്ടാമത്തത്, അമേരിക്ക ഓൾറെഡി ഈ കേസിനകത്ത് ഇൻ ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് അമേരിക്ക വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ആ നിലയ്ക്ക് അധിക പ്രസക്തിയുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.